إنما نحن الموتى ونكتم ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. എന്നാ ഞാനേ പോയി വരട്ടാ. ഇത് പോവാൻ ഇറങ്ങി എംപിസുവാ. സുക്കൂർ നീച്ചിട്ടില്ലടി. സുക്കൂർ അതവിടെ കടന്നുറങ്ങണോ നീച്ചിട്ടില്ല. ഓൻ തറാവിക്ക് കറന്നുകാണ്ട് ഇവിടുന്ന് പോയിക്കാണ്ട് പാതിരാക്കല്ലേ കയറി വരല്. തറാവിക്ക് പോകണ്ടോ തന്നെ ആവോ. ആ മാൻ ഇവിടെ വന്ന് പറഞ്ഞല്ലേ നോൻപറക്കല്. നിങ്ങളാ നേരം ആവുമ്പോണ് പോന്നോണ്ടി സുക്കൂറിനെയും കൂട്ടിക്കാണ്ട്. ഞാനായ നേരത്തെ പോയാൽ ശരിയാവൂലല്ലോ. എത്തേലും ഉച്ച വെക്കണെന്ന് സഹായിച്ചു കൊടുക്കണ്ടേ. സുക്കൂറിനെ കൂട്ടി പോരണ നബീസോ. ഓന് നോൽമ്പുണ്ടോ? ഓൻ കഴിഞ്ഞ കൊല്ലം തന്നെ ഒരു നോൻപും നൂറ്റിട്ടില്ല. അവിടെയും ഇവിടെയും നടന്ന് തിന്നേന്നു. ആൾക്കാർ കാണുമ്പോൾ മുഴുവൻ എന്നോട് ഈ വർത്താനേ പറഞ്ഞത്. ഇക്കുറിയോ അങ്ങനെ തന്നെയാണോ? ഇക്കുറി നോൻപ് എല്ലാതും ഓൻ നോറ്റിക്കണു. ഇനി പുറത്ത് പോയി തിന്നണുണ്ടോ വെച്ച അറിയില്ല. പിന്നെ ഓന്റെ കൂട്ടുകാർ ആ പറമ്പിലെ കുഞ്ഞാനല്ലേ. ആ ചെക്ക ലക്ഷണം കെട്ട ചെക്കനാണ്. ഓന്റെ ഇപ്പൊ നടക്കല് തുടങ്ങിയാരെയാണ് നമ്മളെ സുക്കൂർ ഇങ്ങനെ ആയത്. ആ ചെക്കനൊന്നും കുറ്റം പറയണ്ട നബീസോ. ഓനൊക്കെ നന്നായിക്കണു. ആ അനീഫാന്റെ കിറ്റൊക്കെ ആയിട്ട് നടക്കേണ്ട ഓനാണ്. തലയിൽ ഓൻ തൊപ്പിയൊക്കെ ഇട്ട് നല്ല സുന്നത്തൊക്കെ എടുത്തുകൊണ്ടാണ് ആ ചെക്കൻ നടക്കേണ്ടത്. ഇച്ച് സംശയേ അന്റെ സുക്കൂർ ആ ചെക്കനെ കേടെടുത്തോന്നാണ്. ആരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. മക്കള് നന്നാവണെങ്കിലും ആണ് തള്ളാർക്കും തന്താർക്കും ഒരു ഭാഗ്യം. ഞാൻ ഈ വർത്താനം പറഞ്ഞിരിക്കെല്ലാം പോട്ടെ എന്നാലിട്ടാ. ഇജാണ്ട് പോകുമ്പോഴേ ഫ്രൂട്ട്സ് എന്തേലും മേടിച്ചോണ്ടി. കജ്ജും ബീസി പോണ്ടല്ലോ. അന്റെ അടുത്ത് പൈസ എന്തേലും ഉണ്ടടി? ഇന്റെ അടുത്ത് ഒരു 200 ഉറുപ്പ്യ ഉണ്ട്. അതിന് വണ്ടിയെക്കൂലിയും വേണം. എന്തേലും മേടിച്ചണമെന്നും കരുതിക്കൂടും ഞാന്. എന്നാട് ഇന്റെ അടുത്തേ ഒരു 200 ഉറുപ്പ്യ ഉണ്ട്. ഇത് കൂടെ വെച്ചോ. എന്നിട്ട് എന്തേലും വാങ്ങി പോയിക്കോണ്ടി. എന്നാൽ നിങ്ങൾ കുട്ടികളെയും കൂട്ടിക്കാണ്ടി നേരത്തെ തന്നെ പോന്നോണ്ടി. ആ സിയാബിന്റെ ഓട്ടോറിക്ഷയും വിളിച്ചോണ്ടി. ഇനി മറക്കണ്ട. ഞാൻ പോട്ടെ എന്നാലിട്ടാ. ആ ആയിക്കോട്ടെ. ഞാൻ കുറച്ച് പച്ചക്കറി അണിച്ചാ അലകത്തെ വേണ്ടേ. ഒരു 3 കിലോ ഉള്ളി, 1 കിലോ കിഴങ്ങും 2 കിലോ തക്കാളി എടുത്തോ. എന്താ പാലത്തെ നോൽപ്പറപ്പിച്ചിലുണ്ടോ വീട്ടില്? നാടാന്ന് മരുവനെ പറപ്പിച്ചല്ല, നടാത്തതല്ലേ. അപ്പൊ 2 കിലോ കക്കിരിക്ക് എടുത്തോ. 1/2 കിലോ ഇഞ്ചിയും കൂടിയും വെച്ചാളാ. അത് മതി. അതിനകത്ത് ഞാൻ അയൽവാസില്ലേ, ഞമ്മക്കൊന്നും പരിപാടിയൊന്നും ഇല്ലേ. ജൈൻ ഏത് നേരം പച്ചക്കറി പീടിയിലല്ലേ. ഞാൻ അവിടെ പെരിയിൽ പെണ്ണുങ്ങളോട് പറഞ്ഞേക്കണു. ഓള് പറയാ എന്നോട് വൈകുന്നേരം ഏതായാലും വരുവോണ്ട്. ഇജ്ജിന്ന് അതൊക്കെ ഇവിടെ എടുത്തേക്കട്ടെ. ഞാൻ അവിടെ കോഴിക്ക് പറഞ്ഞേക്കണു. അത് മേടിച്ചിക്കാണ്ട് വരട്ടാ. ആയിക്കോട്ടെ, എടുത്തേക്കട്ടെ. മലൊക്കെ പോയി. അസ്സലാമലൈക്കും. അജയരെ ഒരു 5 കിലോ കോഴിയരി. എന്താ പരിപാടി? ഉണ്ടോ? ആ ചെറിയൊരു പറപ്പിച്ചലുണ്ട്. അതെ പൊരിക്ക് വെട്ടിക്കാളിട്ടാ. എനിക്കിപ്പോ ഒരു കിറ്റ് ഉണ്ടായി കൊടുക്കുന്ന പരിപാടി കിട്ടിയപ്പോ എന്നെ തീരെ കിട്ടാതല്ല കുഞ്ഞോനെ. അത് കൊണ്ടേ കൊടുക്കുന്നതിന് മുന്നേ ഇജാ മോട്ടർ ബാൻഡ് എടുക്കൊന്ന് പോവാ. കുറച്ചേരം ഭർത്താൻ പറഞ്ഞിരിക്കാണ്ട് പോവാ എനിക്ക് കേട്ടോ. സുക്കൂറ പോണു. ഞാൻ ആ മോട്ടർ ബാൻഡ് ആയിട്ടും പോണുള്ളൂ. എന്തിയെ അനക്കും എന്റെ ബാലാക്കന്മാർക്കും ഏത് നേരത്തെ ആ മോട്ടോർ ബൈയുടെ ചോട്ടാണ് വർത്താനം പറഞ്ഞിരിക്കല്. ആ തറാബി കഴിഞ്ഞ് വരുമ്പോഴേ എന്തിനാ അവിടെ ഇരുന്ന് കാണും പിന്നെയും വർത്താനം പറഞ്ഞു കാണും ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട്. ആ മഹമ്മദ് ഇന്നാൾ പറയുന്നുണ്ട് എന്നോട് നിങ്ങളെ ചെക്കനൊക്കെ ഉണ്ട് ആടൊന്നും പോണ്ട. ഈ റംലാ മാസത്തിലൊന്നും അടങ്ങി പേരിരുന്നൂടെ സുക്കൂറ എനിക്ക്. ഇപ്പൊ ഞങ്ങളോട് പകലേ ഇരിക്കണുള്ളൂ. രാത്രി വേറെ ചെറുക്കന്മാരെ ഇരിക്കല്. ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കുന്ന അറ്റിങ്ങളാണ്. ആ മൈമിന് ശരിക്കും കണ്ണാണല്ലോ. അയാൾ വെറുതെ ഓരോന്ന് വിളിച്ചു പറയണേ. ആരേലും നിങ്ങളെ പറ്റി എന്തെങ്കിലും കുറ്റം പറഞ്ഞാലേ ഓൽക്ക് വലിയ കുറ്റേക്കാരം നിങ്ങൾക്ക്. ഇന്ന് വൈകുന്നേരം ഞമ്മക്കും കുട്ടികൾക്കൊക്കെ പാടേ മാനോക്കാർക്ക് നോൽപ്പിറക്കാൻ പോണം. ഇതൊരു വണ്ടി വിളിച്ചു വരുവോണ്ടി. ഓട്ടോസക്കാരന് കൊടുക്കാൻ എന്റെ അടുത്ത് കായില്ല. അതാ ഞാൻ എന്നോടൊരു വണ്ടി വിളിച്ച് വരാൻ പറയേണ്ടത്. ഇന്റെ അടുത്ത് കായുണ്ടാവും കണ്ടുകാണ്ടേ നിങ്ങളിപ്പോ നോമ്പറക്കാൻ പോകാൻ നിൽക്കണ്ട. ഇമ്മ ഇവിടെ ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ലേ? ഇമ്മ അവിടെ എത്തും ഉണ്ടാക്കി വെച്ച് കണ്ട് പോയതൊന്നും അല്ല. എന്റെ അമ്മോന്റെ പറക്കലുണ്ടാവുമ്പോഴേ ഇവിടെ എന്തേലും ഉണ്ടാക്കണോ? ഇത് പറക്കാൻ പോയിട്ടില്ലെങ്കിൽ പോരണ്ട. ഞാനും കുട്ടികളും കൂടി പോയിക്കോളാം. ഇതൊരു വണ്ടി കണ്ടേ ആ നേരാകുമ്പോഴത്തേനും വരാൻ പറയാണ്ട് പോവാന്. ഞാനും പെണ്ണുങ്ങളും കുട്ടികളും എന്തായാലും പോരുന്നില്ല. ആ പേരും പറഞ്ഞാണ്ട് ഇന്നെ കൊണ്ട് ഓട്ടോറിക്ഷ വിളിപ്പിച്ചണ്ട. ഇന്റെ അടുത്തുള്ള പൈസ ഇല്ലേ ഇങ്ങോട്ട് പോയിക്കോളെ ഓട്ടോറിക്ഷ വിളിച്ചു കണ്ട്. ഏജ് കുട്ടികളും പോയിട്ടൊന്നുമില്ലേ? എന്റെ അമ്മോനെ എന്ത് നല്ല രീതിയിൽ ഇവിടെ വന്ന് പറഞ്ഞേക്കണു. അന്നെ കണ്ടപ്പോഴും പറഞ്ഞേക്കണു എന്നോട് പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ ഇജ്ജ് കുട്ടികളും പോരാതെക്കുക. എന്തായാലും ഒരു കാര്യത്തിന് ജോന്റെ അടുത്തേക്കാൻ വണ്ടി ചെല്ലല്. ഒരു പരിപാടി പറഞ്ഞിട്ട് എനിക്ക് പോവാൻ ഒഴിവില്ലല്ലേ. ഞാൻ എങ്ങനെയാലും ബസ്സിനോ എങ്ങനെയാലും കുത്തി കയറി പോയിക്കോളാം. എന്നാ പിന്നെ അതാ നല്ലത്. ഓളോട് ഞാൻ എന്തെങ്കിലും ഇവിടെ ഉണ്ടാക്കാൻ പറഞ്ഞോളാം. നിങ്ങൾ ബസ്സിനോട് പോയിക്കോളി. മായൻകുട്ടിയെ ആ എന്താ കേസ്? ആട്ടച്ചേറ്റമാണോ? ആട്ടിറച്ചിയോ? ഇതൊക്കെ നമുക്ക് തിന്നാൻ കഴിയുമായിരിക്കും. പക്ഷെ കായ് വേണ്ടേ? അല്ല എന്നിപ്പോ ആടിന്റെ ഇറച്ചിപ്പീടി കയറിയത് നോൻപാകുമ്പോഴേ ഇപ്പൊ ഞമ്മളെ ചായക്കച്ചവടം നടക്കൂല്ലോ. ഇപ്പൊ ഞാനേ ആ കാളിനോട് ചോദിച്ചേ
അപ്പൊ ഓൻ പറഞ്ഞു ഓന്റെ മീൻകാരന്റെ അടുത്ത് ഒരു ഇറച്ചിക്കട അടച്ചിക്കട അവിടെ ചോദിച്ചു നോക്കട്ടെ. അപ്പൊ ചോദിച്ചപ്പോ കിട്ടുകയും ചെയ്തു. കുഴപ്പമൊന്നുമില്ല. അപ്പൊ ആ ചങ്ങായി പാത്താൻ പോയതാ. പെൽച്ചക്ക് നല്ലോണം വെള്ളം കുടിച്ചിട്ടുണ്ടാവും കാരം. എത്തപ്പ എന്റെ കയ്യിലൊരു കീസ ആട് പിടിച്ച പത്തക്കയറ്റം വാങ്ങിയ രാവിലെ തന്നെ. പൊന്നാന്റെ കേസ് പൊറാട്ടയും മറ്റേ മധുരമുള്ള വെള്ളമാണ്. ഇപ്പോഴും ഈ പരിപാടി നിർത്തിയിട്ടില്ലേ? ഈ റമദാൻ മാസം ഇപ്പൊ വയസ്സായി തുടങ്ങിയാലോ ഒന്നെങ്കിലും നോക്കി പോയിക്കൂടെ? ഇജ്ജ് അതിന് കാട്ടിക്ക. ഇതിന്റെ പേരക്കുട്ടി കൊണ്ടുപോകണം. അതിനൊരു പൊറാട്ട ആയാ മതി. അതിന് വാങ്ങിയതാണ്. ആയിക്കോട്ടെ, പേരക്കുട്ടിക്കായാലേ ആർക്കായാലും കൊണ്ടുപോയിക്കോ. ശരി, കുഴപ്പമൊന്നുമില്ല. അത് പോട്ടെ. ഇതിമ്മപ്പം എന്തെങ്കിലും കിട്ടുമോ? എത്രയാണ് തരല്? പൊന്നാര കേസ് ഒരു 10-500 തരും. അത് കൂലി ബേൽ നോക്കിയിട്ടല്ല. അപ്പൊ ഞമ്മളത് ഇടങ്ങേറ് ഓനറിയാം, അതുകൊണ്ടാണത്. 500 ഉറുപ്പ്യൊക്കെ ഇപ്പൊ ജി നിക്കണ്ട്. ജിന്റെ ഒപ്പം പോരണോ? ചെമ്മാട് വേങ്ങരക്ക് സക്കാത്തും കായിന് പോവാ. ഒരു പെരീന്ന് കിട്ടും 500. ഒരു മാസം കൊണ്ട് നമുക്കൊരു സംഖ്യ ഉണ്ടാക്കാം. ഒരു തൊപ്പി ഒരു മുണ്ടും മതി. 100 പട്ടിണി കിടന്നാലും മയമുട്ടി ആ പണിക്ക് പോകില്ല. ഇപ്പൊ ആരെങ്കിലും കണ്ടു പറഞ്ഞേക്കാണ് എന്താ അവിടെ വെച്ചോളിന്ന് പറയുകയാണെങ്കിൽ അത് പിന്നെ മനസ്സാണ് തരികയാണല്ലോ. അപ്പം വാങ്ങുന്നല്ലാതെ ഞാൻ ഒരു കാര്യം പറഞ്ഞത് എന്റെ കാരണവനെ പറയിപ്പിച്ചെടുത്ത്. സക്കാത്തും കായ്ക്ക് പോയിച്ചിട്ട് എന്താ കുഴപ്പം? എന്നപ്പോ കാരണവല്ലേ നമുക്ക് എന്തെങ്കിലും തരുമോ? അതേ, കാരണവലേ ഒന്ന് തരാൻ പോയത്തില്ല. പക്ഷെ എന്നാലും വേണേ തരേ. മനസ്സൊക്കെ ഒരു വിഷമാണ് ഈ കാലത്ത് പറഞ്ഞു കേൾക്കുമ്പോ. എന്റെ അന്ത്രോനെ കേക്കെ തലക്കലൊക്കെ കിറ്റ് കൊടുത്തിരുന്നു. എനിക്ക് കിട്ടി. അനക്കിപ്പോ അന്ത്രോമാരൊക്കെ സഹായിച്ചാണ്ടല്ലോ. അന്ത്രോമാരൊക്കെ സഹായിച്ചും കേസിയെ. പിന്നെപ്പേ ഓൾ സഹായിച്ചാലും ഒരു പരിധി ഉണ്ടല്ലോ. 3 പെൺകുട്ടികളല്ലേ? എല്ലാരെ കേസി ആരോഗ്യമുള്ള സമയത്ത് അത്ര തന്നെ അടച്ചിൽപ്പാടായിട്ട് ചെല്ലോ. ഒരാളെ മുതൽ നമ്മൾ ആശ്രയിക്കരുത്. കൈ കിട്ടാനും പോകരുത്. നമ്മൾ എന്ത് വേണമെന്നറിയാം, ബേക്കണ മാതിരി എന്തെങ്കിലും ആയിട്ട് എന്തെങ്കിലും പണിയെടുത്ത് തിന്നണം. ആ കായ്ക്കൊരു ബർക്കത്തുണ്ടാവുള്ളൂ. മറ്റെന്താ അറിയാം, ഒരു നേരെ വാരി കൈ പിടിച്ച മാതിരിയാണ് ഈ കാര്യം. ചീത്തപ്പേരും പറച്ചോമ്പാതും തെറ്റാണ്. ഇജൊന്നും ഉണ്ടാ ചിലക്കാ പൊയ്ക്ക അവിടുന്ന്. ഇജ് വലിയൊരു നോൽമ്പേറ്റി. ഞാൻ പോവാ. സുക്കൂറ, ഇജിപ്പോ ഫുൾ ടൈം കിറ്റായിട്ടാണ് നടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് കിറ്റ് കുഞ്ഞോന്നുള്ള പേര് വരുമോ? ഇന്റെ എളാപ്പാന്റെ പരിപാടിയുടെ ഇജ്ജ് തട്ടിയെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ സംശയം അയാളെ കിറ്റ് കൊടുക്കാൻ ഏൽപ്പിച്ചിട്ടേ അയാളെ പെരിയിൽ എത്ര കിറ്റ് ഇരിക്കുന്നുണ്ട് അറിയേ? അയാൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ടീമുകളുണ്ട് പെണ്ണുങ്ങൾ, ഓൽക്ക് മാത്രം കൊടുക്കുക. എന്നിട്ട് ഭയങ്കര പരാതിയായിരുന്നു. അനീഫാക്കേ വിവരം അറിഞ്ഞിട്ടില്ല. സംശയം മനഃപൂർവ്വം അയാളെ ഒഴിവാക്കിയതാണ്. അതൊക്കെ പോട്ടെ. ഞാൻ ഇപ്പൊ പെരയിൽ ഇപ്പാനോട് പ്രശ്നം ഉണ്ടാക്കി പോകുന്നതാണ്. ഇന്ന് അമ്മോന്റെ പെരയിൽ പറക്കലാണ്. ഇമ്മ രാവിലെ തന്നെ പോയിക്കണം. പെരയിലാണെങ്കിൽ ഒരു സാധനം ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പാക്കാണെങ്കിൽ വണ്ടിക്കൂലി ഞാൻ കൊടുക്കും വേണം. ഇപ്പാൻ്റെ അടുത്ത് പൈസ ഇല്ല. ഇപ്പൊ അതിന് കാരണം പറഞ്ഞത് ഇജും പെണ്ണുങ്ങളും കുട്ടികളൊക്കെ പോരുന്നില്ല എന്നാണ്. ഞാൻ പറഞ്ഞു ഞാനും പെണ്ണുങ്ങളും കുട്ടികളും പോരുന്നില്ല, നിങ്ങളൊരു ബസ്സിനാണ് പോയിക്കോളിന്ന്. അതിന് 1-2 പറഞ്ഞാൽ പേരിൽ നിന്ന് ഇറിച്ച് പോകുന്നതാണ് ഞാൻ. അത് ഏതായാലും നന്നായി. ഈ കായില്ലാത്തടത്ത് തന്താർക്ക് ഒരു അടങ്ങാറാക്കലാണ്. അത് എല്ലാ പെരിയിലുള്ളതാണ്. അല്ലോ ഞാനെ, എനിക്കൊന്ന് നോമ്പുണ്ടോ? ഏതെങ്കിലും ഹോട്ടൽ തുറന്നിക്കണമെങ്കിൽ നമുക്കൊന്ന് പോയി നോക്കിയാലോ? കാരണം പഴിച്ചിട്ട് നിൽക്കാനും വെച്ചാൽ ഞാൻ നിന്ന് നോൽപ്പ് പറ്റേക്കണേ. ഈ നേരായില്ലേ, ഇനിയിപ്പോ മുറിച്ചാൻ പറ്റൂലടാ. എന്നാ ഞാനേ എവിടെയെങ്കിലും ഹോട്ടലുണ്ടാ പോയാക്കട്ടെ ഒറ്റയ്ക്ക്. ഞാൻ എന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് പോയതായാലും. ജിന്നെ വിളിച്ചെടുത്തിയ നന്നായി. എനിക്കൊരു ഉപകാരം ചെയ്യോ? എന്തേ? എടാ, ഈ കിറ്റ് നമ്മളാ പഴയ പള്ളിപ്പറമ്പിന്റെ ബാക്കിലുണ്ടല്ലോ, കുട്ടികളെയൊക്കെ വർക്ക് അയാൾക്ക് കൊടുക്കാനുള്ളതാണ്. അത് ആ പള്ളിപ്പറമ്പ് കൂടിയൊക്കെ പോവും വേണം. എനിക്കാണെങ്കിൽ ഒറ്റക്ക് ഈ നേരത്ത് പോകാൻ വലിയ പേടിയാണ്. ഇതിൻ്റെ ഒപ്പം ഒന്ന് ബാ. ഹേയ്, കുട്ടികളെക്കാണ്ട് എറിയിക്കുള്ള കിറ്റാ പൊന്നാര മോനെ. ഞാൻ ഇല്ല, ഞാൻ പോയിക്കൊണ്ട് ഹോട്ടലിൽ പോയി എന്തെങ്കിലും തിന്നട്ടെ. ഇജ്ജ് പോയൊക്കെ അയാളെ പെരയ്ക്ക് ആ പള്ളിത്തോട് കൂടി അല്ലാതെ വേറെ പോയി ഇരിക്കാനുണ്ടാവും. എടാ, ഇജ്ജ് അങ്ങനെ പറല്ല സുക്കൂറ. ഇജ്ജ് ബാ, നമ്മളൊന്നാണ് പോയിക്കാണ് പോരാ. എനിക്ക് പേടിയായിട്ടാണ്, അതുകൊണ്ടാണ്. ആ, ഞാനേ മാണെങ്കിൽ നോൽവി ഞാൻ മുറിച്ചും ചെയ്യാം. ഞാൻ ഹോട്ടലിലെ പൈസ ഞാൻ കൊടുത്തോളാം. ഇതൊന്ന് ഒരു ഉപകാരം ചെയ്യണം. ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഇഷ്ട പരിപാടി എടുക്കും. ബാ, ഇതൊന്ന് ബാ സുക്കൂറ, ഒന്ന് ബാടാ. ഇതൊന്ന് വിട്ട കുഞ്ഞോനെ, ഞാൻ ഏതായാലും ഇല്ല. പിന്നെ ഇജ്ജ് കബർസ്ഥാനിൽ കൂടി പോകുമ്പോൾ ദിക്റും ജില്ലയാണ് പോയിക്കോ. മരിച്ച ആൾക്കാരെ എന്തായാലും എൻ്റെ അടുത്തും കാട്ടൂല, ജീവുള്ള മനുഷ്യന്മാരെ കാട്ടുള്ളൂ. ധൈര്യമായിട്ട് പോയിക്കോ. എടാ, പള്ളിപ്പറമ്പായിട്ടാടാ. അതുകൊണ്ട് തന്നെ പറഞ്ഞു പോയിക്കോ ധൈര്യമായിട്ട്. ഒന്ന് പോയിക്കോ കുഞ്ഞോനെ, ഒരു പേടിയും പേടിച്ചണ്ട. നമുക്ക് വിധി ഉണ്ടെങ്കിൽ കാണാം ഇൻഷാ അല്ലാഹ്. എനിക്ക് വേണ്ടി ദ്വാരക്കയോ. ഈ കിറ്റിട്ട് മനസ്സിലിറങ്ങാറായി. ഹലോ സംശയ ചങ്ങായി, ഇത് പള്ളിപ്പറമ്പാണ്, വേറൊരു വഴിയില്ല. ഇതിനങ്ങേ പുറത്തേക്കാ ഈ നട്ടുച്ചക്ക് ഇന്ന് ഇറങ്ങാറാക്കാൻ വേണ്ടിട്ട് ഇജ്ജ് കൊണ്ടേ കൊടുത്താ പോരെ.
എങ്ങനെ ഞാൻ കൊടുക്കുക? കൊടുത്തിട്ട് വരണമെന്നാ? ഞാൻ നോക്കട്ടെ. ആ തെണ്ടി ഫോം വെച്ചു. ഇത് ഏറ്റെടുക്കണ്ടേ ചെയ്തു. കുറച്ച് പള്ളിപ്പറമ്പാണ്. ഒരു മനുഷ്യനെ അവിടെ കാണാനില്ല. ഒരാള് മരിച്ചാലും കൂടി ഞാൻ പള്ളിപ്പറമ്പ് കയറില്ല. ആൾക്കാർ പറഞ്ഞേക്കാം സലാത്ത് ചെല്ലിക്കാനും സലാം ചെല്ലിക്കാനൊക്കെ പോയാൽ മതി. ഏതായാലും തൊപ്പിയൊന്നിടാം. സലാത്തും ദിക്കറൊക്കെ ചെല്ലിക്കാണ്ടേ ഒന്ന് നടക്കാം. അസ്സലാമലൈക്കും വേറെ കൗമിനും അസ്സലാമലൈക്കും 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 അസ്സലാമലൈക്കും. കുറച്ചുപോലെ പാലമരം ഉണ്ടോ ഇവിടെ? അസ്സലാമലൈക്കും 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 അസ്സലാമലൈക്കും. വാലൈക്കും അസ്സലാം. അമ്മ ഇനി എനിക്ക് എന്നാടി പരീക്ഷ? അമ്മായി എക്കിന് വ്യാഴാഴ്ചയുള്ളു പരീക്ഷ. ഇപ്പൊ പൊടുക്ക് പോയതാ? ഞാൻ മന്നാരെ കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ പെടിക്ക് സാധനം വാങ്ങാൻ പോയതാ. ഈ മുട്ടുതാത്തിട്ട് നിങ്ങളെപ്പം പോരുന്നു അമ്മായിയെ? ഓലെ തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞ് ഓലെ അസറാകുമ്പോത്തിന് വരും. അമ്മ എപ്പോഴാന്നോ? ആ ഞാൻ ഇപ്പൊ വന്നിട്ടുള്ളൂ. എവിടേക്കാടി ഇമ്മ പോയത്? ഓളെ അസ്കറിന്റെ അടുക്ക് ഒരു ചെമ്പട്ടിക്ക് വേണ്ടിട്ട് പോയതാ. എന്തിനാ മാനുവജി പൊരിക്കടികളൊക്കെ പീടിയിൽ ഏൽപ്പിച്ചു? ഞമ്മക്ക് ഉണ്ടാക്കിയാ പോരായിനോ? ഈ നോയൻ പോയിട്ട് കണ്ട് അതൊക്കെ ഇവിടെ ഉണ്ടാക്കാൻ ഗതിയാടാണ്. പത്തിൽ തന്നെ ഇപ്പൊ ഞാൻ ഇവിടെ ഉണ്ടാക്കേണ്ട അറിഞ്ഞാണ്. പിന്നെ കുറച്ചല്ലേ ഉള്ളൂ ഇവിടെ ഉണ്ടാക്കാൻ അറിഞ്ഞോളൂ. പീടിയിലാകുമ്പോ എണ്ണ ഒന്നും നന്നാവൂല, അതുകൊണ്ട് പറഞ്ഞതാണ് ഞാന്. എണ്ണ ഒന്നും നന്നാവില്ല എന്ന് എനിക്കറിയാം. ഏതായാലും പൊറാട്ട ഏൽപ്പിച്ചപ്പോഴേ അതിന്റെ കൂടെ കുറച്ച് പൊരിക്കടികളുണ്ട് ഏൽപ്പിച്ചതാണ്. പിന്നെ കുറച്ച് കുഴിമന്തിക്കും ഏൽപ്പിച്ചേക്കണു. ഒക്കെ കുറയിച്ച കൊടുന്നാ മതി. നോൽമ്പ് പറഞ്ഞാൽ ആർക്കും അതൊന്നും മാണ്ടി വരൂല. കുറച്ചെന്നെ ഏൽപ്പിച്ചിട്ടുള്ളൂ. ഒരു പെരക്കാരൊക്കെ വരും. പിന്നെ ഈ ചിറ്റോർത്തൊക്കെ പറഞ്ഞേക്കണ്. ഞമ്മക്ക് അങ്ങനെ മോശമാക്കാൻ പറ്റൂലല്ലോ.